ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉപ്പിലിട്ട മാങ്ങ അച്ചാറാക്കിയതാട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ മൂവാണ്ട മാങ്ങയാണ്, മൂവാണ്ടൻ്റെ ചെറിയ സൈസ് മാങ്ങയാണ്. അപ്പം ഇത് ഞാൻ ഒരു മാസമായി ഉപ്പിലിട്ടിട്ട് അതിനുശേഷം അച്ചാറാക്കി, അതായത് അച്ചാറിട്ട് 2 ആഴ്ച കഴിഞ്ഞ ശേഷം എടുത്തതാണേ. എന്നാലേ ഇത് സെറ്റ് ആവത്തുള്ളൂ. അപ്പം നമുക്ക് ചോറിനൂടായാലും കഞ്ഞിയോടായാലും സൂപ്പറാട്ടോ. നമുക്ക് ഇത് മാത്രം തൊട്ടുകൂട്ടി കഴിക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ മാങ്ങയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് തോരാൻ വെച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ്. അതേപോലെ മാങ്ങയുടെ തണ്ടൊന്നും ഞാൻ ഒടിച്ചു കളഞ്ഞിട്ടില്ല. ഇത് ഉൾപ്പെടെയാണ് ഞാൻ ഉപ്പിലിടാൻ പോകുന്നത്. എന്നാലേ മാങ്ങയ്ക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ, അച്ചാറിടുമ്പോൾ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് എടുത്ത് നമ്മളിങ്ങനെ അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വർഷം വേണമെങ്കിലും ഇരുന്നോളും, ചീത്തയാവത്തില്ല. അതേപോലെ ഇതിലേക്ക് വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല, വിനാഗിരി ഞാൻ ചേർക്കുന്നേ ഇല്ല. അപ്പം ഇതിലേക്ക് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കാണിക്കാം. ആദ്യം ഞാൻ ഭരണി നന്നായിട്ട് തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ, ഒട്ടും വെള്ളമയം ഇല്ല. അപ്പം ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ കുറച്ച് മാങ്ങ പറക്കിയിടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കും. അങ്ങനെ ലെയർ ആയിട്ടാണ് ഞാൻ ഉപ്പും മാങ്ങയും കൂടെ ഇടുന്നത്. അപ്പം മാങ്ങ ഇതേപോലെ അച്ചാറിട്ടവർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ തന്നെയും അറിയാൻ വയ്യാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ലെയർ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് നിരത്തി എന്നിട്ടിട്ട് അതിലേക്ക് പിന്നെ ഉപ്പിടുകയാണ്. എന്നിട്ട് അടുത്ത ലെയർ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ലെയർ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം എൻ്റെ കയ്യിൽ ഒരു 3/4 ഭരണി ഇടാനുള്ള മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത്തവണ ഞങ്ങൾക്ക് മാങ്ങ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ആകെപ്പാട് 4 മാവുകളിൽ ഒറ്റ മാവ് മാത്രമേ പൂത്തിട്ടുള്ളായിരുന്നു. അതിലെ മാങ്ങയാണിത്. അപ്പം താഴെ കയ്യെത്തുന്ന രീതിയിൽ കിട്ടുന്ന മാങ്ങ എല്ലാം ഞാൻ പറിച്ചെടുത്തു. മുകളിൽ നിപ്പുണ്ട്, അത് പിന്നെ കാക്കയും കിളികളും ഒക്കെ എടുത്തോളും. അത് അവർക്കുള്ള മാങ്ങയാണ്, നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും മാങ്ങയ്ക്ക് ആകെപ്പാട് ഞാനൊരു 150 ഗ്രാം ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അളവാട്ടോ. എനിക്കിത് കറക്റ്റായിരുന്നു, 150 ഗ്രാം ഇത്രയും മാങ്ങയ്ക്ക്. ഏകദേശം ഒരു 4-5 കിലോ മാങ്ങ കാണുമായിരിക്കും. അപ്പോൾ അത്രയും മാങ്ങയ്ക്ക് ഒരു 150 ഗ്രാം കല്ലുപ്പാണ് ഇട്ടത്. കല്ലുപ്പിടാൻ ശ്രദ്ധിക്കുക കേട്ടോ, അതാണ് നല്ലത്. ടേസ്റ്റ് കല്ലുപ്പിനാണ്. അപ്പം നമ്മൾ കൈ തൊടുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ കൈ നനവുണ്ടാവരുത്, വൃത്തിയായിരിക്കണം, നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഒട്ടും ഞാൻ പറഞ്ഞ പോലെ ഒട്ടും വെള്ളം പാടില്ല. അപ്പം ഭരണി മൂടി വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് കെട്ടി മുറുക്കി വെക്കാം. കാരണം പ്രാണികളൊന്നും കടക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രാണികൾ കടന്നു കഴിഞ്ഞാൽ പൂപ്പൽ പിടിക്കും. അതേപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം കെട്ടി വെക്കാൻ വേണ്ടി. ഞാനൊരു 3 ആഴ്ചയോളം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു 5 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് തുറന്നിട്ട് ഭരണി കുലുക്കി ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഡ്രൈ ആയിട്ടുള്ള തവി ഇട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിച്ചോളും. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെയും അത് ശ്രദ്ധിച്ച് വേണം. വെള്ളം ഒട്ടും കടക്കാൻ പാടില്ല. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അത് ചീത്തയായിപ്പോവും. ഇപ്പം 3 ആഴ്ച കഴിഞ്ഞു. ഈ ഭരണി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം മാങ്ങയൊക്കെ ഒന്ന് അഴുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതൊരു നല്ല മൂത്ത മാങ്ങ കേട്ടോ, അണ്ടി മൂത്ത മാങ്ങയാണ്, അല്ലാതെ പൊട്ടുമാങ്ങ അല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് അലിഞ്ഞ് കിട്ടുമ്പോഴാണ് നമുക്ക് അച്ചാറിന് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പം ഇത് ഒന്ന് അഴുകി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പൂപ്പിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്കത് നല്ല ഒരു ഉണങ്ങിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാങ്ങ മാറ്റിയതിന് ശേഷം ഞാൻ ഈ ഭരണി ഒന്നുകൂടെ കഴുകിയിട്ട് പിന്നെയും വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കുന്നുണ്ട്. വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ തുടച്ചിട്ട് ഉണക്കാൻ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആക്കി കിട്ടും. അപ്പോൾ അച്ചാറിട്ടതിന് ശേഷം പിന്നെ വീണ്ടും ഈ ഭരണിക്കകത്ത് ഇട്ട് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ആദ്യമേ അച്ചാർ ഇടുന്നതിന് മുമ്പേ ഈ ഭരണി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. നമുക്ക് അച്ചാറിട്ട് കഴിഞ്ഞ് ഉടനെ നമുക്കിത് ഭരണിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം അച്ചാറിടാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി, സാധാ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 4 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂണ് കടുക് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, ഒത്തിരി പൊടിയരുത്. പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് കയ്പ്പ് രസം വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചതയുന്ന രീതിയിൽ മിക്സിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ബാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ആക്കേണ്ട കാര്യമില്ല. അത് ആ ചൂടില്ല, ആ ചട്ടിക്കൊരു ചൂട് കാണുമല്ലോ, ആ പാത്രത്തിനൊരു ചൂട് കാണുമല്ലോ, ആ ചൂടിൽ തന്നെ ഇട്ടങ്ങ് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മാങ്ങ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ആ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ പരുവത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല, ആ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി.
മാങ്ങ നന്നായിട്ട് അഴുകിയിട്ടുള്ളത് കൊണ്ട് നമുക്കിത് പീസാക്കേണ്ട കാര്യമില്ല. അത് തന്നെ അതിനകത്തൊന്ന് പീസായിട്ട് വന്നോളും. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ട് ഇതേപോലെ പൊടികളെല്ലാം നന്നായിട്ട് എല്ലായിടവും ഒന്ന് പിടിക്കത്തക്ക രീതിയിലാക്കിയതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അത്രയും മുഴുവനും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, പരുവത്തിന് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എള്ളെണ്ണ നേരത്തെ ഞാൻ ചൂടാക്കി അത് ആറാൻ ഉണ്ടായിരുന്നു. അപ്പം എള്ളെണ്ണ ചൂടാക്കി ആറിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അപ്പോഴേ അത് പൂക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ പച്ചയ്ക്ക് അത് ചേർത്ത് കൊടുത്താൽ ചിലപ്പം പൂക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് അത് ആറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഭരണിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അത്ര ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. ഒരാഴ്ച കഴിയണം. ഒരാഴ്ച കഴിയുമ്പോഴാണ് ഈ മാങ്ങ ഒന്നും കൂടി അലിഞ്ഞ് നമ്മൾ ചേർത്ത പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർന്ന് കിട്ടി നല്ലൊരു ടേസ്റ്റിൽ വരത്തുള്ളൂ. അപ്പം മിനിമം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുവരെ ഭരണിക്കകത്ത് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഭരണിക്കകത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം മറ്റൊരു ചെറിയ ബൗളിലോട്ടോ ഒരു ചെറിയ കുപ്പിയിലോട്ടോ മാറ്റിയെടുത്താൽ മതി. അപ്പോൾ അച്ചാറെല്ലാം ഭരണിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഭരണിയിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ വാഴയില മുകളിൽ വെക്കുന്നുണ്ട്. വാഴയില കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കി തുടച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് നമ്മൾ ചൂടാക്കിയ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ തന്നെ എടുത്ത് കുറച്ച് പുരട്ടിയിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മാങ്ങ സീസൺ വരെ നമുക്ക് ഈ മാങ്ങ ഇരിക്കേണ്ടതല്ലേ, അപ്പം അതുവരേക്കും കേടാകാതെ ഇരിക്കണമല്ലോ, അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ വാഴയിലയിട്ട് അച്ചാർ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണിയുടെ മൂടി വെച്ച് അടച്ചതിന് ശേഷം പഴയ പോലെ നമ്മൾ ആ തുണി ഉണ്ടല്ലോ, ആ തുണിയും മുകളിലിട്ട് നന്നായിട്ട് കെട്ടി മുറുക്കി വെക്കാം. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കെട്ടഴിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കെട്ടഴിക്കുന്നത് കേട്ടോ. പക്ഷെ ഒന്നും പൂക്കത്തൊന്നുമില്ല, ചീത്തയാകത്തൊന്നുമില്ല. കാരണം അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. വാഴയിലയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട്, അതുകൊണ്ട് പൂക്കൊന്നും പേടിക്കാനൊന്നും വേണ്ട. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭരണി തുറന്നിട്ട് ഇലയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലൊന്നും വെള്ളം ഉണ്ടാവരുത്. അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പ് വെച്ച് എല്ലാം എടുത്താലും മതി. അത് മാറ്റിയതിന് ശേഷം നമുക്ക് മാങ്ങ എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴെപ്പോഴും ഭരണി തുറന്ന് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ മാങ്ങ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം മിക്കവാറും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, കാരണം മാങ്ങ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആവശ്യത്തിന് മാങ്ങ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതേപോലെ ഇലയിട്ട് മൂടിയിട്ട് ഇതേപോലെ ഭരണിയുടെ മൂടി വെച്ച് അടച്ചതിന് ശേഷം തുണിയിട്ട് കെട്ടി വെക്കാം. അപ്പോൾ ഇതേപോലെ വെച്ച് സേഫ്റ്റി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരുന്നോളും, ഒരു കുഴപ്പം വരത്തില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്